അവരായിട്ട് ഒന്നും തന്നെ കാര്യങ്ങൾ തീരുമാനിച്ച് കണ്ടെത്തി ചെയ്യുന്നില്ല എന്നും എല്ലാത്തിനും ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു കൊടുക്കണം, പിന്നാലെ നടക്കണം എന്ന് പറയുന്ന രക്ഷിതാക്കളുണ്ട്. സ്വന്തം ബുദ്ധി പ്രയോഗിക്കാതെ സ്വന്തമായി ചെയ്യേണ്ട തീരുമാനങ്ങൾ, കാര്യങ്ങൾ, അതിനി ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു കാര്യം ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ലാത്തതുപോലെയാണ് അവർ പെരുമാറുന്നത് എന്നൊക്കെ പറയാറുണ്ട്. ഇതിനുള്ള പരിഹാരവുമായാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ജുഹന. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു സമയം വരെ കുട്ടിയുടെ പിന്നാലെ നടന്ന് നീ അത് ചെയ്യരുത്, ഇത് ചെയ്യല്ലേ, അങ്ങോട്ടാക്കരുത്, ഇങ്ങോട്ടാക്കരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ഒരു സ്റ്റേജ് വരെ വളർത്തിക്കൊണ്ട് വെക്കുന്നു. എന്നിട്ട് അവിടുന്ന് അവരെ ഒറ്റപ്പെടുത്തി നിങ്ങൾ പെട്ടെന്ന് ഇതെല്ലാം നിർത്താൻ ഒരുങ്ങുന്നു. കാരണം അവർ കുറച്ച് വളർന്നു വരികയാണല്ലോ. ഇനി നീ നിന്റെ വ്യക്തിബോധത്തിനനുസരിച്ച് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യൂ എന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ ഒരു അവസ്ഥ എന്താണ്? അവർ ഇത്രയും കാലം ഈ ഒരു മാതാപിതാക്കളുടെ അഭിപ്രായത്തെ ആശ്രയിച്ചുകൊണ്ട് സ്വന്തമായി അഭിപ്രായത്തെ മാനിക്കാതെ ഒരു കോൺഫിഡൻസ് കുറഞ്ഞവരായാണ് വളർന്നു നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജില്, ഈ ഒരു അവസ്ഥയില് മാതാപിതാക്കളും അവരുടെ മക്കളും രണ്ടുപേരും ഒരു സ്റ്റക്കായി പോകുന്ന ഒരവസ്ഥയാണ്. ഇതിൽ അകപ്പെടാതിരിക്കാൻ അവരെ മക്കളെ ചെറുപ്പം തൊട്ടേ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടതായ ചില കാര്യങ്ങൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, മക്കൾക്ക് അവരെ സ്വയം കൈകാര്യം ചെയ്യുവാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതാണ്. ഇതിനർത്ഥം സ്വാതന്ത്ര്യത്തെ ഫുൾ അയച്ചിട്ട് മക്കൾക്ക് അങ്ങോട്ട് അവർക്ക് തോന്നിയ രീതിയിൽ ചെയ്യാൻ അങ്ങനെ അനുവദിക്കുക എന്നുള്ളതല്ല. സ്വാതന്ത്ര്യം നൽകാതെ ഒന്നാകെ അവരങ്ങ് കെട്ടിയിടുകയും ചെയ്യരുത്. അവർക്ക് അവരെ തന്നെ സ്വയം കൈകാര്യം ചെയ്യുവാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് വിട്ടു നൽകുന്നതിനുള്ള ഒരു രീതിയാണ് പറയുന്നത്. അതിന് ചില ഒരു രീതികളുണ്ട്. കുട്ടികൾ വളരുകയും പക്വത പ്രാപിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം, ഒരു സ്വാശ്രയത്വം, തീരുമാനമെടുക്കാനുള്ള കഴിവുകൾ എന്നിവ ലഭിക്കുന്നത് ഈ ഒരു സ്വയം ഭരണം, ഓട്ടോണമി എന്നൊക്കെ പറയാം, ഇതിൻ്റെയൊക്കെ ഒരു വശങ്ങളാണ്. അതിനായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നൊരു പോയിന്റ് ഗ്രാജുവൽ റിലീസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്നതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉത്തരവാദിത്വം ക്രമേണ കൈമാറുക എന്നതാണ്. കാരണം ഒരു ടൈം അവർ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പിന്നീട് കുറച്ച് അവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ മെല്ലെ പതിയെ പതിയെ ഉത്തരവാദിത്വത്തെ അവരുടെ കൈകളിലേക്ക് കൈമാറുക എന്നതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒറ്റയ്ക്ക് ഡ്രസ്സ് ഇടാൻ അവർ പ്രേരിപ്പിക്കുക, ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാനും. അതായത് ഞാൻ ഒറ്റയ്ക്ക് ഡ്രസ്സ് ഇടണമല്ലോ എന്നുള്ള ആ ഒരു ബോധം, ഞാൻ ഒറ്റയ്ക്ക് കഴിക്കണമല്ലോ, ഈ ഇത്തരത്തിലുള്ള ഒരു ബോധം ക്രമേണ അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊണ്ട് വരിക. രണ്ടാമതൊരു പോയിന്റ് പ്രൊവൈഡ് ചോയ്സ് എന്നാണ്. ആദ്യകാല സ്കൂളുകളിൽ അവർക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ നമ്മൾ ഒരു പരിമിതമായ രീതിയിലുള്ള ചോയ്സ് ആണ് നമ്മൾ അവർക്ക് കൊടുക്കുക. പിന്നെ മൂന്നാമതായിട്ടുള്ള ഒരു പോയിന്റ് എൻകറേജ് ഡിസിഷൻ മേക്കിംഗ് എന്നതാണ്. മുതിർന്ന കുട്ടികളാവും, അതായത് ഒരു LP UP ഒക്കെ കഴിഞ്ഞിട്ട് അവരൊരു കൗമാരക്കാരായി വരുന്ന ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ അവരുടെ കോൺസിക്വൻസ്, അനന്തരഫലങ്ങളും ഉത്തരവാദിത്വവും പഠിപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുക്കാൻ മക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ഇവിടെ നമ്മൾ ഒരു പരിമിതമായ ഓപ്ഷൻ, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു ഓപ്ഷൻ കൊടുക്കും, ഇതിലൊക്കെ എങ്ങനെയാണ് ആ ഒരു സംഗതിയല്ല നൽകുന്നത്. ഓപ്ഷൻസ് ഇല്ലാത്ത തീരുമാനങ്ങളാണ് ഇവിടെ അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണം, ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഏത് വേണം, ഫ്രീ ടൈമിൽ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ഗ്രോത്ത് ആയിട്ടുള്ള, എനിക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള എന്ത് ആക്ടിവിറ്റി ഞാൻ ചെയ്യണം, ഞാൻ ഏത് ബുക്സ് വായിക്കണം, പഠിക്കാനുള്ള ഒരു ടൈം എൻ്റെതായ രീതിയിൽ എൻ്റെ എനർജി ഞാൻ കണ്ടെത്തി ഏത് ടൈം ഞാൻ മാറ്റി വെക്കണം. ഇങ്ങനെ ഇവിടെ അവരെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്, ഒരു തീരുമാനത്തെ സൃഷ്ടിക്കാൻ
അവരെ സഹായിക്കുന്നു എന്നതാണ് ഈ ഈ ഒരു പോയിന്റിൽ നമ്മൾ ചെയ്യേണ്ടത്. ഒരു ഓണർഷിപ്പ് ഒരു ഓണർഷിപ്പ് ഓഫ് ചോയ്സ്, അവരുടെ തീരുമാനത്തിന്റെ ഒരു ഉടമസ്ഥാവകാശം അവർക്ക് തന്നെ വിട്ടുകൊടുക്കുക. നാലാമതായിട്ടുള്ള ഒരു പോയിന്റ്, എൻഗേജ് പ്രോബ്ലം സോൾവിങ്, എൻഗേജ് ചിൽഡ്രൻ ടു തിങ്ക് ക്രിറ്റിക്കലി ആൻഡ് ഡെവലപ്പ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എന്നുള്ളതാണ്. അതായത് കുട്ടിയെ വിമർശനാത്മകമായി ചിന്തിക്കാനും സ്വന്തം പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്താനുമുള്ള കഴിവുകൾ വികസിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കുക. ചോദ്യങ്ങൾ, ഇപ്പൊ ഉദാഹരണം, ഒരു പാരൻസിനോട് ഒരു കുട്ടി, ഇപ്പൊ വീട്ടിൽ 2-3 കുട്ടികളുണ്ട്, അതിൽ ഒരുത്തന് അനിയന് സഹോദരനെ പറ്റിയിട്ട് അമ്മനോട് കംപ്ലൈന്റ് പറയാന്ന് വിചാരിക്കും. അതായത് എന്റെ സഹോദരന് ടോയ്സ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു കംപ്ലൈന്റ്. ഇതിന് അവരായിട്ട് തന്നെ എന്ത് സൊല്യൂഷനാണ് കണ്ടെത്തേണ്ടത് ചോദിച്ചുകൊണ്ട് അവരെ കാര്യങ്ങൾ സ്വയം തീരുമാനിക്കാനുള്ള ഒരു സ്കിൽസ് അവരിൽ വളർത്തിയെടുക്കാം. അഞ്ചാമതായിട്ടുള്ള ഒരു പോയിന്റ്, അവരുടെ ഫലങ്ങൾക്ക് മാത്രമല്ല അവരുടെ പരിശ്രമങ്ങളെയും ഒരു സ്ഥിരോത്സാഹത്തിനെയും പ്രശംസിക്കുക എന്നതാണ്. അവരൊരു ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ല റിസൾട്ട് അവർ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ റിസൾട്ട് നോക്കിയാണ്ട് ഹായ് എന്താ ഇങ്ങനെ ആയല്ലോ, അങ്ങനെയല്ല, അവർ അതിലേക്ക് എടുത്ത അവരുടെ പ്രയത്നത്തെ അവർ എൻകറേജ് ചെയ്യിപ്പിക്കുക എന്നതാണ്. അടുത്തൊരു പോയിന്റ്, മോഡൽ ഇൻഡിപെൻഡൻസ് എന്നതാണ്. അതായത് രക്ഷിതാക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് നിരീക്ഷിപ്പിക്കുക. ഉദാഹരണം, പാചകം ചെയ്യുമ്പോൾ ഈ ഒരു കറിക്ക് എന്തെല്ലാം വേണം, ഒരു സാമ്പാറൊക്കെ വെക്കുകയാണെങ്കിൽ കണ്ടോ ഇങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. ഇപ്പോൾ ക്ലീനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകുമ്പോഴൊക്കെ ഓരോന്നിനും എന്തെല്ലാമാണ് ബഡ്ജറ്റ്, ഇങ്ങനെയുള്ള അവസ്ഥകളെ മനസ്സിലാക്കിച്ചുകൊണ്ടും നിരീക്ഷിപ്പിച്ചുകൊണ്ടും അവരെ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുക. അടുത്തൊരു പോയിന്റ്, എൻകറേജ് സെൽഫ് റിഫ്ലക്ഷൻ എന്നതാണ്. അവരുടെ അനുഭവങ്ങളിൽ നിന്നും അവർ എന്ത് മനസ്സിലാക്കി എന്ന് തിരിച്ചറിയിപ്പിക്കുക. ഉദാഹരണം, ഇപ്പോൾ തീ ഇഷ്ടമുള്ള ചില കുട്ടികളുണ്ട്, എന്താണോ ഡേഞ്ചർ അതിനോട് വല്ലാതെ താല്പര്യം കാണിക്കുന്ന കുട്ടികളുണ്ട്. കുറച്ചൊക്കെ പറ്റുന്ന രീതിയിൽ അതിന്റെ ഡേഞ്ചർ എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണം, തീയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് ലൈറ്ററൊക്കെ എടുത്തിട്ട് മെല്ലനൊന്ന് കാണിച്ചു കൊടുക്കുക അതിൻ്റെ ചൂട് എന്താണ് എന്നുള്ളത്. പിന്നെ അവര് ആ വഴിക്ക് ഉണ്ടാവില്ല. അതെന്താന്ന് അവർക്ക് അറിയാലോ. അപ്പോൾ തീ കളിച്ചാൽ അത് പൊള്ളും. അങ്ങനെ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ പിന്നെ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു സംഗതി കുട്ടിക്ക് പറഞ്ഞ് നമ്മൾ പ്രത്യേകം ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. കുട്ടി അത് താനേ ഡീൽ ചെയ്യും, താനേ മനസ്സിലാക്കുകയും ചെയ്യും. അവിടെയൊക്കെ അവരുടേതായ യുക്തികളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ കുട്ടിക്ക് ജനവാതിലുകളൊക്കെ കയറാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ ജനവാതിൽ കയറുമ്പോൾ കയറില്ല കയറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പേടിപ്പിച്ചിട്ട് അവരുടെ പിന്നാലെ ഓടാൻ നിൽക്കരുത്. നമ്മൾ ആപത്ത് വരുമോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അവരൊന്ന് സപ്പോർട്ട് ചെയ്യാം, അതവർ കയറിക്കോട്ടെ. താഴെ നിന്ന് നിങ്ങളുടെ കൈകൾ വെച്ച് അവരതിന് സപ്പോർട്ട് ചെയ്യുക. അവരെ ജനവാതിലിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ ഒന്ന് കണ്ടിട്ട് താഴെ ഇറങ്ങിക്കോട്ടെ, പ്രശ്നമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർ ചെയ്യേണ്ടതായ കാര്യങ്ങൾ അവരെ ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അതേ വിചാരിച്ച് അവരെ ശ്രദ്ധിക്കാതിരിക്കുക എന്നിവിടെ പറയുന്നില്ല. പിന്നെ ലാസ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഓഫർ ഫീഡ്ബാക്ക് നോട്ട് ക്രിറ്റിസിസം എന്നതാണ്. അതായത് അവർ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ മിസ്റ്റേക്സ് ഉണ്ടാവും, ഇല്ലാന്ന് പറയല്ലേ, വളർന്നു വരുന്ന കുട്ടികളല്ലേ. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അയ്യേ ഇത് മോശമായി പോയി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഒരു വിമർശിച്ചുകൊണ്ട് അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കാതെ തന്നെ നമുക്ക് അതിന് പകരം നല്ലൊരു ഫീഡ്ബാക്ക് കൊടുക്കാം. ഫീഡ്ബാക്കിൽ നെഗറ്റീവ് നമ്മൾ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും കുട്ടീൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്നില്ലല്ലോ. ഇപ്പൊ അവർ ചെയ്ത കാര്യം വിമർശിക്കാതെ എങ്ങനെ നമുക്ക് അടുത്ത തവണ ഇമ്പ്രൂവ് ആവാം എന്ന് നോക്കാം എന്നൊക്കെയുള്ള രീതിയിൽ അവരോട് നമുക്ക് കാര്യങ്ങൾ പറയാം. അപ്പൊ ഇങ്ങനെ കുട്ടികളിൽ ഒരു ഓട്ടോണമി ആയിക്കൊണ്ട് അവർക്ക് സ്വയം കാര്യങ്ങൾ ചിന്തിക്കാനും ചെയ്യാനും ആ ഉള്ളൊരു ലെവലിലേക്ക് നമ്മൾ വളർത്തിയെടുക്കാനും സഹായിച്ചാൽ അവർ ആത്മവിശ്വാസമുള്ള കാര്യങ്ങൾ സ്വയം തീരുമാനിക്കാനും സോൾവ് ചെയ്യാനും ഒക്കെ നല്ലൊരു ഹെൽത്തി മൈൻഡുള്ള സ്വയം കാര്യങ്ങൾ ചെയ്യാൻ ഒരു മെച്യൂരിറ്റി ഉള്ള കുട്ടികളായിട്ട് വളരുന്നതായിരിക്കും.